ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ബലഹീനൻ്റെ അടിയങ്ങൾക്ക് അവിടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ സമയം ഒരുക്കിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നിരിക്കുന്ന മക്കളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ നമ്മളവരെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ സാങ്കേതികമായ സജ്ജീകരണങ്ങളും കൂടെ ഇരിക്കണമേ. അവിടുത്തെ പ്രത്യേകമായ കാവൽ യേശുവിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ ശുശ്രൂഷ കാണുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശു അവിടുത്തെ നാമം ഉയർത്തപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഈ എളിയ സംരംഭം മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങളുടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും ഏഴങ്ങലെ കൊണ്ട് ഈ ശുശ്രൂഷ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 ബൈബിൾ മെഗാ ക്വിസിൻ്റെ 4ാം സ്റ്റേജിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്, ഹെർമോൺ സ്റ്റേജ്. ആ സ്റ്റേജിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മുൻ സ്റ്റേജുകളെ പോലെ തന്നെയുള്ള ക്രമീകരണങ്ങളാണ് പൊതുവായി ചെയ്തിരിക്കുന്നതെങ്കിലും ചില റൗണ്ടുകൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചോദ്യങ്ങളുടേതായുള്ള മൂല്യങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ആദ്യത്തെ റൗണ്ടെന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ആളാം പ്രതി ഓരോ ചോദ്യമുണ്ടാകും. ആദ്യത്തെ ചോദ്യം ജിൻസിയിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, ഉത്തരം തെറ്റാണെങ്കിൽ -1 മാർക്ക്, ഉത്തരമൊന്നും നൽകിയില്ലെങ്കിൽ മാർക്കൊന്നും ഇല്ല. രണ്ടാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ഇത് ആരംഭിക്കുന്നത് ജോൺ സക്കറിയയിൽ നിന്നാണ്. അതും ആളാം പ്രതി ഓരോ ചോദ്യം 3 ചോദ്യങ്ങളാണ്. റൈറ്റ്. മൂന്നാമത്തെ റൗണ്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ആളാം പ്രതി ഓരോ ചോദ്യം ആരംഭിക്കുന്നത് ഡോക്ടർ ഗ്രേസി സത്യനിൽ നിന്നായിരിക്കും, ക്ലോക്ക് വൈസ്. റൈറ്റ്. അത് ക്രിസ്ത്യൻ ചരിത്രത്തെയും ബൈബിൾ ചരിത്രത്തെയും ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും. നാലാമത്തേത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ഇവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നാം ആദ്യത്തെ സ്റ്റേജിൽ 2 ചോദ്യങ്ങളായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും അടുത്ത ചോദ്യത്തിന് 3 മാർക്കുമായിരുന്നു. ആദ്യത്തെ 2 സ്റ്റേജിൽ അങ്ങനെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ സ്റ്റേജിൽ 2 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതമാക്കിയിട്ട് മാറ്റി. എന്നാൽ കഴിഞ്ഞ സ്റ്റേജിൽ പങ്കെടുത്ത അനേക സഹോദരങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ സ്റ്റേജിൽ നാം 5 ചോദ്യങ്ങളാണ് ബൈബിൾ ബമ്പർ റൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം. ബസർ അമർത്തുന്ന വേഗത അനുസരിച്ചായിരിക്കാം അതിന് മറുപടികൾ നൽകുവാൻ കഴിയുന്നത്. റൈറ്റ്. ബൈബിൾ ബമ്പർ റൗണ്ടിൽ 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം. പിന്നുള്ളത് വോയിസ് ഓഫ് ടൈംസ് ആണ്. കാലഘട്ടത്തിൻ്റെ ശബ്ദം. ഓരോ മത്സരാർത്ഥിക്കും പ്രസംഗിക്കുവാൻ 7 മിനിറ്റ് വീതം നൽകപ്പെടുന്നു. നിങ്ങളെ വിഷയം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ക്രൈസ്തവ ശുശ്രൂഷയിൽ സാക്ഷ്യ ശുശ്രൂഷയ്ക്കുള്ള പങ്ക് എന്നതിനെക്കുറിച്ചാണ് പറയേണ്ടത്. 6 മിനിറ്റ് ആകുമ്പോൾ വാണിംഗ് ബെല്ല് ലഭിക്കും. 7 മിനിറ്റ് ആകുമ്പോൾ പ്രസംഗം പൂർണ്ണമാക്കണം. 7 മിനിറ്റാണ് അതിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. 7 മാർക്കാണ് ലഭിക്കുന്നത്. അത് അവസാനത്തെ റൗണ്ടാണ്. ഈ റൗണ്ടുകളിൽ ഒരു വിജയിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനമായിട്ട് ബൈബിൾ ബോംബ് എനിക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിച്ചായിരിക്കും വിജയിയെ കണ്ടെത്തി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ
റൗണ്ട്സിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ ബൈബിൾ ബോംബ് എന്താണെന്നുള്ളത് ബൈബിൾ ചോദ്യങ്ങളാണ് സിസ്റ്റർ, ബോംബൊന്നും ഇല്ലേ നദി. കുറച്ച് ഞാനിനി ബൈബിൾ ബോംബ് എന്നുള്ള വാക്കൊക്കെ മാറ്റിയേക്കാം. ബോംബെന്ന് പറയുമ്പോഴേ സാധാരണ ഒരു ബോംബ് വീണാൽ എല്ലാം നാശമാക്കും. സാധാരണ പടക്കമല്ലല്ലോ ബോംബാണോ, മറ്റൊക്കെ ഏറ് പടക്കം. ബോംബെന്ന് പറഞ്ഞാൽ നശീകരണം എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം ഉണ്ടായാൽ മതിയാകത്തുള്ളൂ. അപ്പോൾ വളരെ കഠിനമായ ചോദ്യങ്ങളാണ്. അതിൻ്റെ കാഠിന്യം ഒന്ന് മനസ്സിലാക്കാനായി ബോംബെന്ന് പറയുന്നത്. അല്ല ഒരു പേടിയും വേണ്ട, എനിക്കത് കൊണ്ടുവരാനൊക്കെ പറ്റുന്നില്ല. ഓൾറൈറ്റ്, ശരി. അടുത്ത ചോദ്യം എന്താണ്? യെസ്, ഫാസ്റ്റ് ജോൺ സെക്രട്ടറി. ഒന്നുമില്ല. ജിൻസിക്കോ? ഒന്ന്. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ഇതൊരു പുതിയ സ്റ്റേജാണല്ലോ. എൻ്റെ പേര് ജിൻസി. ഞാൻ വരുന്നത് പാറശാലയ്ക്കടുത്തുള്ള CSI ആറയൂർ ചർച്ചിൽ നിന്നാണ്. ഞാനിപ്പോൾ PhD thesis സബ്മിഷന് വേണ്ടി ഒരുങ്ങുകയാണ്. വീട്ടിൽ ഹസ്ബൻഡും മകളുമുണ്ട്. ഹസ്ബൻഡ് കീബോർഡിസ്റ്റാണ്, മകൾ UKG ക്ലാസ്സിൽ പഠിക്കുന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം ബൈബിളിനെ കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കുവാൻ ദൈവം തന്നെ തന്ന ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. താങ്ക് യു. യെസ്, ഡോക്ടർ ഗ്രേസി. എൻ്റെ പേര് ഡോക്ടർ ഗ്രേസി സത്യനാണ്. കുഴിയുള്ള CSI സഭയിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഈ ഒരു അവസരം ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ക്വിസ് മത്സരം മാത്രമല്ല, കഴിവില്ലാത്ത പാടാനും സാക്ഷ്യം പറയാനും ഇന്നതാ പ്രസംഗിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം, അത് ഒരു പ്രത്യേകത, ഒരു വെറൈറ്റി എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും ഒരു മോനും പിന്നെ ആ മോൻ്റെ വൈഫ് മോളും മിലാനെന്ന് പറഞ്ഞ് 3 വയസ്സായ ഒരു കുഞ്ഞും ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. എൻ്റെ മൂത്ത മോന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ദൈവസന്നിധിയിലാണ്. താങ്ക് യു. യെസ്, ഫസ്റ്റ് ജോൺ സെക്രട്ടറി. എൻ്റെ പേര് ജോൺ സക്കറിയ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപത്തു നിന്ന് കടന്നു വരുന്നു. എനിക്ക് മാതാപിതാക്കളും 3 സഹോദരങ്ങളുമുണ്ട്. ഞാൻ വിവാഹിതനാണ്. ഭാര്യയും ഒരു മോളുമുണ്ട്. മോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ ബൈബിൾ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഈ ക്രിസ്ത്യൻ ക്രൗൺ മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിവിധ പ്രോഗ്രാമുകൾ പങ്കെടുക്കുവാനും അവതരിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിനെല്ലാം സംഘാടകരോടും അധ്യക്ഷനോടും പ്രവർത്തകരോടും എല്ലാവരോടുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്കൾ പാസ്റ്ററാണോ? അല്ല, ഞാൻ ഒരു ടീച്ചർ മാത്രമാണ്. ടീച്ചറാണ്, പാസ്റ്റർ. സോറി, ഞാൻ പാസ്റ്ററാണെന്ന് വിചാരിച്ചു. ഇല്ല, താങ്ക് യു. ഓൾറൈറ്റ്, സന്തോഷം. എല്ലാവരെയും പരിചയപ്പെടുത്തി. അടുത്തതായിട്ട് എനിക്ക് പരിചയപ്പെടുത്തുവാനുള്ളത് നമ്മുടെ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസാണ്. ഞങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള മിസ്സസ് രാജി എൻ്റെ പ്രിയ ഭക്തിയും എൻ്റെ കൂട്ടുവേലക്കാരിയുമാണ്. ഈ ശുശ്രൂഷയിൽ എനിക്ക് കൈത്താങ്ങാൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിസ്സസ് രാജിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് ജഡ്ജായും സ്കോർ കീപ്പറായി എത്തിയിരിക്കുന്നത് എൻ്റെ സഹോദരനായ ഡോക്ടർ തോമസ് മാത്യൂസിൻ്റെ പത്നിയാണ്. എലിസബത്ത് ഫിലിപ്പോസ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറാണ്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ കടന്നു വന്ന് ഇതിൽ സ്കോർ കീപ്പറായി പ്രവർത്തിക്കാൻ, ജഡ്ജ്മെൻറ്റിൽ ജഡ്ജായിട്ട് പ്രവർത്തിക്കാനും കാണിച്ച സന്മനസ്സിന് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു. അതോടൊപ്പം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും ദൈവവചനം അനേകരിലേക്ക് പകർത്തപ്പെടുവാനും ദൈവവചനത്തിൻ്റെ പൊരുൾ നാം മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമായിട്ട് ഞങ്ങളുടെ ഈ എളിയ സംരംഭം മുഖാന്തരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. So we go to the first round. Be happy, right? All right. ഞാൻ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും കാണും. അപ്പോൾ ആ ചോദ്യം മുഴുവനായിട്ട് കേട്ട ശേഷം മറുപടി പറയാൻ ആരംഭിക്കും. ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഉപചോദ്യങ്ങൾ കട്ടായി പോകും. ഓൾ റൈറ്റ്. ആദ്യത്തെ ചോദ്യം ജിൻസി ജേവിയോടാണ്. തിരുവചനത്തിൽ ഒരു വ്യക്തിയോട് തനിക്ക് ജനിക്കുവാൻ പോകുന്ന മകന് നൽകേണ്ട പേര് ദൈവം പറഞ്ഞു കൊടുത്തു എന്നുള്ള പറയണോ? തിരുവചനത്തിൽ ഒരു വ്യക്തിയോട് അവന് ജനിക്കുവാൻ പോകുന്ന മകനുള്ള പേര് നൽകി. എന്നാൽ
മകൻ ജനിച്ച ശേഷം മറ്റൊരു പേര് നൽകുവാൻ തൻ്റെ പ്രവാചകനെ അയച്ചു. പേരുകൾ ഏതെല്ലാം? പ്രവാചകനാര്, പിതാവാര്? ശലോമോൻ എന്ന പേര് ആദ്യം നൽകി. നാഥാൻ പ്രവാചകനിലൂടെ എദിത്യാവ് എന്ന പേര് നൽകി. സോ മാർക്കൊന്നും കുറയ്ക്കുന്നില്ല. യു ഗെറ്റ് 5 മാർക്സ്. ഓൾറൈറ്റ്, കറക്റ്റ് ആണല്ലോ? ആർക്കും പരാതിയില്ലല്ലോ? ഇല്ല. വെരി ഗുഡ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ ഗ്രേസിയോടാണ്. സ്ത്രീകളെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചേക്കാം, ഇല്ലേ? തിരുവചനത്തിൽ എത്ര സ്ത്രീകളാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവർ എവിടെ ഇരുന്നാണ് ഉപവസിച്ചത്? ദേവാലയത്തിലിരുന്നാണ് ഉപവസിച്ചത്. അല്ല, ആദ്യമേ പേര് പറയണം. ആരാ ഉപവസിച്ചതെന്ന് പറയണം. ഹന്ന. ഹന്ന ഉപവസിച്ചു എന്ന് പറയുന്നു. യെസ്, ദേവാലയത്തിലിരുന്ന് ഉപവസിച്ചു. ഭാഗ്യമായി ശരിയാണ്. ഇനിയും പിന്നെ ഒരാളോടുണ്ടല്ലോ. എത്ര പേർ? ഇനിയും ഒരാളേ ഉള്ളൂ? ഇവർ മാത്രമേ ഉള്ളൂ? അതോ 3-4 പേരുണ്ടോ? Two marks for Dr. Gracie. All right. ജോൺ സക്കറിയ. എസ്തേറും ദാസിമാരും ഉപവസിച്ചു. അതെ. എവിടുത്തെ അവർ ഉപവസിച്ചത്? അവരുടെ രാജകൊട്ടാരത്തിൽ അന്തപുരത്തിരുന്നു. എവിടുത്തെ രാജകൊട്ടാരം എവിടെയാണ്? ശൂഷൻ രാജധാനിയിൽ. ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിലിരുന്ന എസ്തേർ ഉപവസിച്ചു. അപ്പോൾ ഉത്തരം പൂർണ്ണമാകുന്നു. ശരിയാണോ? അതെ. അപ്പോൾ അവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആൻസർ ലഭിക്കുന്നത്. അതുകൊണ്ട് മിസ്റ്റർ ജോൺ സക്കറിയയ്ക്ക് 2 മാർക്ക്. 2 മാർക്ക്. ഡോക്ടർ ഗ്രേസിന് കൊടുത്തില്ലേ മാർക്ക്? 2 മാർക്ക്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. മൂന്നാമത്തെ ചോദ്യം ജോൺ സക്കറിയയോടാണ്. അബ്രഹാം സാറ മരിച്ചപ്പോൾ അവളെ അടക്കം ചെയ്യുവാൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അത് എന്ത് വില കൊടുത്താണ് അബ്രഹാം വാങ്ങിയത്? ആരിൽ നിന്ന് വാങ്ങി? ഓരോന്നായിട്ടുള്ള മറുപടി ആദ്യം ഞാൻ പറയണല്ലോ, ടീച്ചറല്ലേ? ടെൽ മീ. യെസ്, പറഞ്ഞേട്ടെ. അബ്രഹാം സാറ മരിച്ചപ്പോൾ മക്പേല ഗുഹയാണ് അടക്കാനായി വാങ്ങിയത്. യെസ്, ആദ്യത്തെ ഭാഗം ശരിയാണ്. ഹിത്യനായ എഫ്രോനോട് 100 വെള്ളിക്കാശ് വില കൊടുത്ത് വാങ്ങി. യെസ്, ഹിത്യനായ എഫ്രോൻ ശരിയാണ്. 400 വെള്ളിക്കാശ് വില കൊടുത്ത് വാങ്ങി. ഞാൻ ഏതാ? 400 വെള്ളിക്കാശ് വില കൊടുത്ത് വാങ്ങി. സാറെന്നുള്ള നിലയിൽ ഇങ്ങനെ അവസരം കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ 100 400 ആയാലും 400 100 ആയാലും ഇപ്പം എത്ര? 400 വെള്ളിക്കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. വളരെ ശരിയായ മറുപടിയാണ്. സാറ മരിച്ചപ്പോൾ അബ്രഹാം ചെന്ന് ഹിത്യനായ എഫ്രോനോട് മക്പെല ഗുഹയും അതിലെ നിലങ്ങളും 400 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് വാങ്ങിച്ചു. എനിക്ക് ഇവിടെ പോകാനുള്ള, എനിക്കും രാജിക്കും ഇവിടെ പോകാനുള്ള അവസരം കഴിഞ്ഞ വർഷം ലഭിച്ചു. ഇന്നും അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. ഗോത്രപിതാക്കന്മാരെ അടക്കിയിരിക്കുന്ന, ഇന്നവിടെ ഗുഹയായിട്ടല്ല എല്ലാം അടച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ആ കല്ലറകൾ ഇന്നും അവിടെ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ കല്ലറ പോലെ വലിയ ഓട്ടത്തിലുള്ള ഇതെല്ലാം വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഒരു വലിയ യാഥാർത്ഥ്യമായി ഇന്നും ചരിത്രത്തിൻ്റെ നടുവിൽ തിരുവചനം സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പോകാനുള്ള ഹെബ്രോണിൽ പോകണം. എന്നെയൊക്കെ സാധാരണ ടൂർ ഓപ്പറേറ്റേഴ്സൊന്നും അവിടെ കൊണ്ടുപോവുകയില്ല. 5-6 സ്ഥലം കാണിച്ചിട്ട് വിശുദ്ധ സന്ദർശനം എന്ന് പറഞ്ഞ് മടങ്ങി വരും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പോകുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നേരിൽ പോയി കാണുക എന്നുള്ളത് എൻ്റെ ഒരു പതിവാണ്. 12 പ്രാവശ്യം ഇതിനോട് വിഷ്ണുവാട് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഹെബ്രോണിൽ പോകണം തീരുമാനിച്ചു. അവിടെ പോയി അബ്രഹാം പിതാവിൻ്റെ സന്നിധിയിൽ അവിടെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു. അവിടെ ഒരുപാട് സൈനികമായ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നേരത്തെ ക്രമീകരിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ അബ്രഹാം പിതാവിൻ്റെയും സാറായിയുടെയും കല്ലറ അവിടെ ഒരു 3 പേരെ അടക്കിയിട്ടുണ്ട്. അബ്രഹാമിനെയും സാറായെയും, ഇസാക്കിനെയും റബേക്കയും, യാക്കോബിനെയും ലേയും. പക്ഷേ അതിൽ ഒരു ഭാഗം നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധ്യമല്ല. അത് മറ്റവരുടെ കയ്യിലാണ്, പലസ്തീൻകാരുടെ കയ്യിലാണ്. അപ്പോൾ 2 ഭാഗമേ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷേ കല്ലറ നമുക്ക് കാണാം. ഒരു നിരയിലാണ്. 2 കല്ലറകൾ മറ്റവരുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് അവിടെ കയറാൻ അവർ അനുവദിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം എന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജോൺ സക്കറിയ നൽകിയ ഉത്തരം വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. പ്രയാസമുള്ള ചോദ്യമാണ് അല്ലേ?
Correct. It is a good answer. Right. So 5 marks for John Zachariah. Bonus ഒന്നുമില്ല. Right. So that day we come to the end of the first round, Old Testament round. Will you please give the marks? Jinsey JV 5 marks. Jinsey JV 5 marks. Dr. Gracie Satyan 2. Dr. Gracie Satyan gets 2 marks. Mr. John Zachariah 7 marks. Mr. John Zachariah gets 7 marks. That's it. So we go to the second round now. That starts with John Zachariah. അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രതിപാദിക്കുന്ന ഐനേയാസ് എന്ന മനുഷ്യൻ്റെ പ്രാധാന്യം എന്താണ്? അതിൻ്റെ വ്യക്തമായിട്ടൊരു വിവരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐനയാസ് മുടന്തനായ ഒരു വ്യക്തിയായിരുന്നു. പത്രോസ് അദ്ദേഹത്തെ സൗഖ്യമാക്കി. അത്രയും മണിയടിച്ചതിൻ്റെ കാരണം താങ്കളൊരു ടീച്ചറായതുകൊണ്ടാണ്. സോ ഉത്തരം വളരെ തെറ്റാണ്. അടുത്ത ചാൻസ് ഡോക്ടർ ഗ്രേസി സത്യനാണ്. ആസിയയുടെ സഭയിലെ എന്താ വെച്ചാൽ ആസിയയുടെ സഭയിലെ ആദ്യമായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയായ ഇപ്പം ഇത് അല്ല. യെസ്, ജിൻസി ജേവി. എൻ്റെ പ്രതീക്ഷ ജിൻസിയിലാണ്. പറയൂ. ലുദ്ധയിൽ വെച്ച് 8 വർഷം പക്ഷപാത ലുദ്ധയിൽ വെച്ച് 8 വർഷമായി പക്ഷപാതം പിടിച്ച് ഐനയാസിനെ പത്രോസ് സൗഖ്യമാക്കുന്നു. എക്സാക്ട്ലി ദ റൈറ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ ക്രൗൺ വിന്നറാണ് ഇദ്ദേഹം. കഴിഞ്ഞ ബൈബിൾ ക്രൗൺ 2020 1 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ ജിൻസി. എനിക്കറിയാം മറുപടി കൃത്യമായിട്ട് പറയുന്നു. കൺഗ്രാജുലേഷൻസ്. വളരെ പ്രയാസമുള്ള ചോദ്യമാണ്. അപ്പോൾ -1 ഫോർ ജോൺ സക്കറിയ ആൻഡ് -1 ഫോർ ഗ്രേസി സത്യൻ ആൻഡ് 4 marks ഫോർ ജിൻസി. 4 marks ഫുൾ മാർക്സ് ഉണ്ട്. ഓൾ റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം ഗ്രേസി സത്യനോടാണ്. എന്തുകൊണ്ടാണ് സന്നിധി സംഘം യേശുവിനെ പൊന്തിയോസ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് വിചാരണയ്ക്കായി വിട്ടത്? ഡോക്ടറിൻ്റെ ചോദ്യം മനസ്സിലായി? സന്നിധി സംഘം കൂടിയിട്ടാണ് യേശുവിനെ പൊന്തിയോസ് പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് വിചാരണയ്ക്കായി വിട്ടത്. എന്തുകൊണ്ട്? അതിൻ്റെ കാരണമുണ്ട്. വാറുകൊണ്ട് അടുപ്പിക്കുന്നതിനല്ല. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ വാറുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. സോ -1 mark for Dr. Gracie Satyan. All right. Yes, Jinsy, another 4 marks. സന്നദ്രി സംഘത്തിന് വിചാരണ ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. പക്ഷേ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അവകാശം അവർക്കില്ല. ഇല്ല. അതുകൊണ്ടാണ് സന്നദ്രി സംഘം പീലാത്തോസിന്റെ അടുക്കലേക്ക്. ഉത്തരം വളരെ ശരിയാണ്. റൈറ്റ്. സന്നിധി സംഘത്തിന് വിചാരണ ചെയ്യാം, ശിക്ഷ വിധിക്കാം, അടി പിടിച്ച് ജയിലിലിടുക, അതൊക്കെ ചെയ്യാം. അവരുടെ തടവുകാരുണ്ട്, അവരുടെ പോലീസുകാരൊക്കെ ചെയ്യാം. പക്ഷേ മരണശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള അവകാശം റോമൻ ഗവൺമെൻറ് സന്നിധി സംഘത്തിന് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് സന്നിധി സംഘത്തും എന്ത് ചെയ്തു? വളരെ കൗശലപൂർവ്വം പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് അയച്ചത്. റൈറ്റ്. സോ 4 marks ഫോർ ജിൻസി. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ജിൻസിയോടാണ്. എത്ര പേരാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊട്ട് സൗഖ്യം പ്രാപിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് സംഖ്യയില്ല. തൊങ്ങൽ തൊട്ട് എല്ലാവർക്കും സൗഖ്യം ഉണ്ടായി. അതിൽ ഒരാളെ മാത്രം പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, രക്തസ്രാവക്കാരത്തി സ്ത്രീ. ബാക്കി തൊങ്ങൽ തൊട്ടവർക്കെല്ലാം സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ശരിയാണോ ഡോക്ടർ ഗ്രേസി സത്യൻ? അത് ശരിയാണ്. ശരിയാണ്. അതുകൊണ്ട് ശരിയായിട്ട് ഞാൻ ശരി വച്ചിരിക്കുന്നു. നമ്മുടെ സാറ് പറഞ്ഞാട്ടെ. ശരിയാണ്. ശരിയാണ്. രണ്ടുപേരും പറഞ്ഞപ്പോൾ എനിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. വിശുദ്ധ മർക്കോസിൻ്റെയും മത്തായിയുടെയും സുവിശേഷം പറയുന്നത് അനേകർ ആരൊക്കെ തൊട്ടോ അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്. ജിൻസിക്ക് 5 marks. All right. That brings us to the close of New Testament round. പുതിയ നിയമ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. മാർക്ക് ലിസ്റ്റ് നോട്ട്. Jinsey JV 13 marks. Jinsey JV gets 13 marks. Dr. Gracie Satyan -2. Dr. Gracie Satyan -2. John Zachariah -1. John Zachariah -1. So next round is a Christian focus round. ബൈബിൾ ചരിത്രവും ക്രിസ്ത്യ ചരിത്രവും എല്ലാം സമ്മിശ്രമായ റൗണ്ടാണ്. ആദ്യത്തെ ചോദ്യം ഡോക്ടർ ഗ്രേസി സത്യനോടാണ്. വളരെ പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്.
ശ്രദ്ധിച്ച് കേൾക്കണം, പേടിക്കണ്ട, ഡോക്ടറിന് അറിയാവുന്ന കാര്യമാണ്. 1912 ഒരിക്കലും മുങ്ങുകയില്ലെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെട്ട ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങി. അങ്ങനെ മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ കപ്പലിലെ കപ്പിത്താനും ഗായക സംഘവും രക്ഷപ്പെടുവാൻ കഴിയാതെ ശിഷ്ടമുള്ള യാത്രക്കാരും കൂടി ഒരുമിച്ച് പാടിയ പാട്ട് ഏതാണ്? കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടുന്നറിയാം. നിമിഷങ്ങൾക്കകം അവർ മുഴുവനും കടലിൻ്റെ അടിത്താഴത്തിലേക്ക് പോകും. അപ്പോൾ ക്യാപ്റ്റൻ, അവിടുത്തെ ആ കപ്പലിലെ ഗായക സംഘമുണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് പാടിയ പാട്ടാണ്. വിശ്വപ്രശസ്തമായിട്ടുള്ള പാട്ടാണ്. ഡോക്ടർ പാടുമോ? പാടും. ഓക്കെ, ഞാൻ പാസ്റ്ററോട് ചോദിക്കട്ടെ, അതായത് നമുക്ക് പാടാം പാട്ട്. പാസ്റ്റർ പാസ്സാക്കാം, ഞാൻ നമ്മൾ മൈനസ് മാർക്കിൻ്റെ ആവശ്യമില്ല. സോ ഗ്രേസി സത്യൻ പാസ്. പാട്ട് അറിയാമോ? അറിയില്ല എന്നുള്ളത് വളരെ നല്ല മറുപടിയാണ്. അതുകൊണ്ട് മൈനസ് മാർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. ആൻഡ് ജിൻസി ജേവി അറിയാമോ? എൻ ദൈവമേ ഇതാ നിൻ സവിതേ. Nearer my God to thee, nearer to thee, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു വരിയല്ല, നിയറർ മൈ ഗോഡ് ടു ദി, നിയറർ ടു ദി. അതിൻ്റെ മലയാളം തർജ്ജമ ഞാൻ പാടിയത്, മുഴുവൻ പാട്ടിൻ്റെ ഇല്ല. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ അടിയിലേക്ക് ടൈറ്റാനിക് കപ്പൽ മുങ്ങിത്താണ്. നമ്മുടെ മ്യൂസിയം ഓഫ് ദ വേൾഡിൽ ഇവിടെ ഈ ടൈറ്റാനിക് കപ്പലിൻ്റെ അതേ മാതൃക പ്രത്യേകമായിട്ട് ചെയ്യിച്ചിട്ട് അതേ രൂപ, എത്ര ജനൽ എത്ര പോക്കോഴെല്ലാം അതേപോലെ രചിച്ച് അതിൻ്റെ വിവരണം നമ്മുടെ മ്യൂസിയത്തിലുണ്ട്. മ്യൂസിയം ഓഫ് ദ വേൾഡിൽ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം മനുഷ്യയുടെ അഹന്തയ്ക്കെതിരെ ദൈവം വിരൽ ചൂണ്ടുന്ന കാര്യമാണ് ടൈറ്റാനിക്. ആർക്കും മുക്കാൻ കഴിയുകയില്ല, ഒരിക്കലും മുക്കുകയില്ല, ഒരിക്കലും മുങ്ങുകയില്ല എന്ന് പറഞ്ഞ് സദാനൻ തുറമുഖത്ത് വന്ന് യാത്ര തിരിച്ച് ആർക്കും പ്രതീക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം ചെറിയൊരു ഐസ് കട്ട വന്ന് അതായിട്ട് ഒരു ചെറിയ വിള്ളലുണ്ടായി. അപ്പോഴും വാണിംഗ് കൊടുത്തിട്ട് പോലും ആൾക്കാർ കൈക്കൊണ്ടില്ല. കാരണം ടൈറ്റാനിക് മുങ്ങുകയില്ല. നിമിഷനേരം കൊണ്ട് ടൈറ്റാനിക് മുങ്ങി. ഏറ്റവും ഇപ്പോൾ ഒടുവിലായിട്ടും ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ട് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണുവാൻ തക്കവണ്ണം മറ്റൊരു പേടകത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിക്ക് പോയി അത് പൊട്ടിത്തെറിച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരായിട്ടുള്ള 3 പേരാണ് അവിടെ വെച്ച് അതിനകത്ത് വെച്ച് മരിച്ചത്. റൈറ്റ്, നമ്മൾ ആരംഭിച്ചത് ഡോക്ടർ ഗ്രേസ്, അടുത്ത ജോൺ സക്കറിയയ്ക്ക്. രണ്ട് ചോദ്യങ്ങളുള്ള ചോദ്യമാണ്. വത്തിക്കാനിലെ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് സിസ്റ്റീൻ ചാപ്പലിലെ സീലിങ്ങിൽ വരച്ചിരിക്കുന്ന പ്രസിദ്ധമായ പെയിൻറ്റിങ്ങിൻ്റെ പേരെന്ത്? ആരാണത് വരച്ചത്? ദ ലാസ്റ്റ് സപ്പർ, മൈക്കൽ ആഞ്ചലോ. ലാസ്റ്റ് സപ്പർ അല്ല സാറേ. മൈനസ്. മൈക്കൽ ആഞ്ചലോ ആണ് വരച്ചത്, അത് ശരിയായ മറുപടിയാണ്. പക്ഷേ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. എന്താ ചിത്രം എന്ന് പറയാതെ ചിത്രകാരനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരുപാട് വിശ്വപ്രശസ്ത ചിത്രങ്ങൾ വരച്ചാണ്. എന്നിരിക്കലും മൈക്കൽ ആഞ്ചലോ എന്നൊരു പേര് ഇവരെ ഓർമ്മിപ്പിച്ച് കൊടുത്തുകൊണ്ട് എത്ര മാർക്ക് കൊടുക്കണം? 2 മാർക്സ്. യെസ്, താങ്ക് യു. ഇങ്ങനെ സൂചനകൾ ഇവർക്ക് കൊടുക്കരുത്. അടുത്തതായിട്ട് ജിൻസി പറയൂ, ഏതാണ് സൂചന കിട്ടിയിട്ട് അറിഞ്ഞുകൂടാ? 12,000 അടി ഫീറ്റിലാണ് ഇത് വരച്ചിരിക്കുന്നത്. അല്ല, അത് മൊത്തം ഏരിയയാണ്. ഏത് പടമാണ്? ഡോക്ടർ അല്ല, ക്രിയേഷൻ ഓഫ് മാൻ എന്ന് ക്രിയേഷൻ ഓഫ് ആഡം എന്ന് പറയുന്നതാണ് ആ പെയിൻറ്റിങ്. നിങ്ങൾ കണ്ടു കാണും, ഒരു വല്യപ്പൻ താഴെയുള്ള വല്യപ്പൻ താഴെ ഒരു മനുഷ്യർക്ക് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ തൊടാനായിട്ട് ശ്രമിക്കുന്ന ചിത്രം വളരെ പ്രസിദ്ധമാണ്. സർവശക്തനായ ദൈവം മനുഷ്യനെ കൊടുക്കാനുള്ള ചിത്രം. പക്ഷേ ആ ചൂണ്ടുവിരൽ തൊടുകയില്ല, അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, തൊടുന്നില്ല, തൊട്ടുമതിക്കും. വിശ്വപ്രശസ്തമായ ചിത്രമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്കത് പോയി കാണുവാനും മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞു. റൈറ്റ്, അതിൻ്റെ പേര് ദ ക്രിയേഷൻ ഓഫ് ആഡം. നീ മറക്കൂ,
വളരെ ഫേമസ് ചോദ്യമാണ്. മൂന്നാമത്തേത് ജിൻസിയോടാണ്. ടെക്സ്റ്റസ് റിസെപ്റ്റസ് എന്താണ്? ഇറാസ്മസ് തയ്യാറാക്കിയ ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയാണ്. Exactly the right answer. 5 marks for Jinsi JV. Right. So that brings us to the close of Christian focus round. Will you please give me the marks? Jinsi JV 5 marks. Jinsi JV gets 5 marks. Dr. Gracie Satyan nil. Dr. Gracie Satyan nil. Mr. John Zachariah 2. And Mr. John Zachariah 2 marks. All right. അടുത്തായിട്ടുള്ളത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ബൈബിൾ ബസർ റൗണ്ട് എന്നും പറയും. ചോദ്യം കേൾക്കുന്നവ അത് കേൾക്കാത്തവർ ഉടൻ ബസർ അമർത്തണം. അമർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി തന്നേ മതിയാകത്തു. തെറ്റായ മറുപടിയാണെങ്കിൽ -1, ശരിയാണെങ്കിൽ 3 മാർക്ക്. റൈറ്റ്? റെഡി? ഷിംഷോന്റെ പിതാവിൻ്റെ പേരെന്ത്? അവൻ ഏത് ഗോത്രത്തിൽപ്പെടുന്നു? യെസ്, ഗ്രേസി സത്യൻ. മനോഹ. മനോഹ എന്ന് പറഞ്ഞ ശരിയായ മറുപടിയാണ്. ദാൻ ഗോത്രം. ദാൻ ഗോത്രം ശരിയായ മറുപടിയാണ്. 3 marks ഫോർ ഗ്രേസി സത്യൻ. ഓൾറൈറ്റ്. അടുത്ത ചോദ്യം വ്യക്തമാണ്. മൈക്ക് അടുപ്പിച്ച് വെക്കാതെ കൊണ്ടായി പ്രശ്നം. റൈറ്റ്. ദൈവം അബ്രാമിൻ്റെ എത്രാമത്തെ വയസ്സിലാണ് അവൻ്റെ പേര് മാറ്റിയത്? യെസ്, 99-ാം വയസ്സിൽ. കറക്റ്റ്. യെസ്, ഉത്തരം ശരിയാണ്. 3 മാർക്ക് കിട്ടും. ഓൾറൈറ്റ്. മൂന്നാമത്തെ ചോദ്യം. ഭാര്യമാരോ പുത്രന്മാരോ പുത്രിമാരോ വീഞ്ഞ് കുടിക്കുകയോ പാർക്കുവാൻ വീട് പണിയുകയോ ചെയ്യാത്ത ഇസ്രായേലിലെ ഒരു കുടുംബത്തിൻ്റെ പേരെന്ത്? യെസ്, രേഖാബി കുടുംബം. Exactly the right answer. Rekhabya Graham. All right. 3 marks for the teacher John Zachariah. All right. ജിൻസി പ്രസ് ചെയ്യാൻ താമസിച്ചു പോകും. അതുകൊണ്ട് ഇനി അതിൻ്റെ പ്രാക്ടീസാണ്. റൈറ്റ്. പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകനായ മീഖായുടെ വലിയ പ്രവചനം എന്ത്? യെസ്, അഗെയിൻ ജോൺ സക്കറിയ. യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പ്രവചിച്ചു. കൃത്യമായ മറുപടിയാണ്. 3 മാർക്ക് ജോൺ സക്കറിയയ്ക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓബദ്യാവ് 15 വാക്യങ്ങൾ. 21 വാക്യങ്ങൾ. ഉത്തരം വളരെ ശരിയാണ്. 21 വാക്യങ്ങളാണ്. ഒബേദ്യാവാണ് പുസ്തകം. ജോൺ സക്കറിയ -1 മാർക്ക്. സെക്കൻഡ് ചാൻസ് ജിൻസി. 21 വാക്യങ്ങൾ കൃത്യമായ മറുപടിയാണ്. 15 അല്ല, 21 വാക്യങ്ങൾ. സോ ഷീ ഗെറ്റ്സ് 2 മാർക്സ്. ജിൻസിക്ക് 2 മാർക്ക് ലഭിക്കും. ഓൾ റൈറ്റ്. ദാറ്റ് ബ്രിങ്സ് us to the close of the Bible bumper round. Will you please give the score, Mrs. Elizabeth? Jinsi JV 2 marks. Jinsi JV gets 2 marks. Dr. Gracie Satyan 3 marks. Dr. Gracie Satyan 3 marks. John Zachariah 8 marks. John Zachariah 8 marks. Very good. Right. So now we come to the last round, voice of the times. കാലഘട്ടത്തിലെ ശബ്ദം. ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ അവർ വന്ന് പ്രസംഗിക്കുന്ന മത്സരമാണിത്, പ്രസംഗിക്കുന്ന റൗണ്ടാണിത്. Will you please make the arrangements? വോയിസ് ഓഫ് ടൈംസ് റൗണ്ടിൽ ആദ്യത്തെ മത്സരാർത്ഥി ജിൻസി ജേവി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള മാത്യു വർഗീസ് സാർ, എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ള വിശ്വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന ചിന്താവിഷയം ആഗോള ക്രൈസ്തവ സഭയുടെ ശുശ്രൂഷകളിൽ സാക്ഷ്യ ശുശ്രൂഷയ്ക്കുള്ള പങ്ക്. സാക്ഷ്യ ജീവിതവും സാക്ഷ്യ ശുശ്രൂഷകളും
സാക്ഷ്യപ്രകാരമുള്ള ജീവിതമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിഷയം ഇന്നിൻ്റെ ഏറെ പ്രസക്തമാണ് എന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് 66 പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: സകല ജനങ്ങളുമായുള്ളവരെ വന്നു കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അതായത് നമുക്ക് ദൈവം നൽകുന്ന നന്മകൾ, സാക്ഷ്യങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് പറയാനുള്ളതാണ് എന്നുള്ള ബോധ്യം അവിടെ ദാവീദ് നൽകുകയാണ്. ഇന്ന് നമ്മുടെ സഭാവിഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില സഭാവിഭാഗങ്ങളിൽ സാക്ഷി ശുശ്രൂഷകളുണ്ട്, എന്നാൽ ചില സഭാവിഭാഗങ്ങളിൽ സാക്ഷി ശുശ്രൂഷകൾ കാണപ്പെടുന്നില്ല. അതിൽ തന്നെയും സാക്ഷി ശുശ്രൂഷകൾ ഉള്ള സഭകൾ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 95% പേര് പറയുന്നവരും പ്രായ ഗ്രൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായമുള്ളവരൊക്കെ സാക്ഷ്യം പറയും. പക്ഷെ നമ്മുടെ ഇന്നത്തെ യൗവന തലമുറയും കൗമാരക്കാരുമെന്ന് യേശു എനിക്ക് വലിയവനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചിന്താവിഷയം നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാക്ഷ്യ ശുശ്രൂഷകൾ നമ്മുടെ സഭകളിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭയ്ക്ക് വളർച്ചയുണ്ടാകുമോ? വളർച്ചയുണ്ടാകുമെന്നും പറഞ്ഞ 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, സഭയിലെ വിശ്വാസികളുടെ വളർച്ചയ്ക്ക് അത് കാരണമായി തീരുന്നു. നാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നു. യേശു സൗഖ്യം നൽകുന്നതായിട്ടുള്ള സമയം പറയുന്നു: നീ ചെന്ന് പുരോഹിതനെ കാണിച്ച് നിന്റെ സാക്ഷ്യത്തിനുള്ള വഴിപാട് കൊടുക്കുക. അതിനുശേഷം നാം പരിശോധിക്കുമ്പോൾ ആ വ്യക്തി സാക്ഷ്യത്തിനുള്ള വഴിപാട് കൊടുത്തതിന് ശേഷം ചെന്ന് യേശുവിനെ കുറിച്ച് അനേകമായി മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ തുടങ്ങി. അത് കാരണം യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ സാധിച്ചില്ല എന്നവിടെ പറയുന്നു. അതിൻ്റെ അർത്ഥം ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം മറ്റുള്ളവരോട് ഷെയർ ചെയ്തപ്പോൾ ആ സമൂഹം മുഴുവനും യേശുവിലേക്ക് ആനയിക്കുവാനും യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പം നമ്മുടെ സഭകളിലും സാക്ഷ്യ ശുശ്രൂഷകൾ നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനും അതുവഴി സഭയ്ക്ക് വളരുവാനും സാധിക്കുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ശമരിയക്കാരത്തിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തു രക്ഷയുടെ അനുഭവം പ്രദാനം കൽപ്പിക്കുന്നുണ്ട്. അപ്പം ശമരിയക്കാരോട് ഈ രക്ഷയുടെ അനുഭവം പറയുന്നു. തുടർന്ന് ശമരിയക്കാർ തിരിച്ചു പറയുന്നത്: ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ യഥാർത്ഥമായി അറിഞ്ഞിരിക്കുകയാണ്. അതായത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയും സഭയും ജനമൊക്കെ വളരുമെന്നതിന് യാതൊരു സംശയവും തന്നെ ഇല്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. നാം ഇത് സാധാരണ കേട്ടിട്ടുള്ള ഡയലോഗാണ്. അപ്പോൾ നാം ഒരു സാക്ഷ്യം പറയുന്നു, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതേ പ്രശ്നത്തോടെയാണ് കേൾക്കുന്നതെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലും ആ ദൈവം പ്രവർത്തിക്കുവാൻ മതിയായവനെന്ന് ഉള്ളം കൊണ്ട് വിശ്വസിക്കുകയും അപ്രകാരമുള്ള സാക്ഷി എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് ഉള്ളൊരുക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാനും ഇടയാകും. അങ്ങനെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷിയും കൂടെ ഉളവാക്കുവാൻ വേണ്ടി സാക്ഷ്യ ശുശ്രൂഷകൾക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. മൂന്നാമത്തെ പോയിന്റ്, നാം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷി ശുശ്രൂഷകളെല്ലാം തന്നെ എന്നും നിലനിൽക്കുന്നതാണ്. മാനുഷികമെങ്കിലോ അത് നശിക്കും, പക്ഷെ ദൈവികമെങ്കിലോ അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷി എന്ന് പറയുന്നത് ആ വ്യക്തി അവസാനിക്കുന്നതോടെ തീരുന്നതല്ല, അത് വീണ്ടും വീണ്ടും തലമുറകളിലേക്ക് പാസ് ചെയ്തു പോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നീ നിന്റെ തലമുറയോട് തീർച്ചയായിട്ടും ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറയണം. പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾക്ക് സുഖസൗകര്യങ്ങൾ മാത്രമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയവനാണെന്ന് മറ്റുള്ളവർക്ക് പറയണം എന്നുള്ള ആ വലിയ ബോധ്യമൊന്നും നൽകുന്നില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ആദ്യമായിട്ട് എന്നെ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി എൻ്റെ സഭയിൽ പറഞ്ഞു വിട്ട കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. ഒരുപക്ഷെ 3 വാക്യങ്ങൾ അന്ന് ഞാൻ കാണാതെ പഠിച്ച് എൻ്റെ അമ്മ പറയിപ്പിച്ച സാക്ഷ്യമാണ്: എനിക്ക് പനിയായിരുന്നു, ദൈവം എനിക്ക് സൗഖ്യം തന്നു, ആ ദൈവത്തിന് സ്തോത്രം. ഏകദേശം ഒരാഴ്ച കാണാതെ പഠിപ്പിച്ച് അന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ എന്നെ പ്രചോദിപ്പിച്ചത് വീണ്ടും ഒത്തിരി സാക്ഷ്യങ്ങൾ ജീവിതത്തിൽ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ നാം നമ്മുടെ തലമുറകളെ സാക്ഷ്യമുള്ള മക്കളാക്കി വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ സഭകളൊക്കെ വളരുമെന്നതിന് സംശയമില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അപ്പോൾ ഈ ദൈവത്തെ ആരൊക്കെയാണോ ഉയർത്തുന്നത് അവരാരും ഇതുവരെ ലജ്ജിതരായി തീർന്നിട്ടില്ല. ഇപ്പം നമ്മുടെ സഭകളിലെല്ലാം തന്നെ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, അങ്ങനെയുള്ള ഇതിലെല്ലാം കൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. എന്നാൽ തന്നെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് സ്വന്തമായ അനുഭവം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അത് പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഒരുപടിയും കൂടെ ദൈവത്തിലേക്ക് വളരുവാനുള്ള വാതായനമാണ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ സാക്ഷ്യ ശുശ്രൂഷകൾ എക്കാലവും എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹമാണ്. നമ്മുടെ സഭകളെല്ലാം തന്നെ ഇപ്രകാരമുള്ള സാക്ഷ്യ ശുശ്രൂഷകളിലൂടെ വളരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം
തലമുറയോർത്ത് കരയുന്നവരാണ് മാതാപിതാക്കളെല്ലാം തന്നെ. എൻ്റെ കുഞ്ഞിനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഇന്നലെ ഒരു മകൻ, ഒരു ക്രൈസ്തവ കുടുംബത്തിലുള്ള മകനാണ്. ഞാൻ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയും ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അവനെ ബാലജന സഖ്യമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ കേട്ട ആ അനുഭവം ഓർക്കുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോകുന്ന ഒരു അനുഭവമാണ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ മകൻ തൊട്ടടുത്തിരിക്കുന്ന വീട്ടിലുള്ള ഒരു സഹോദരി, 2 കുഞ്ഞുങ്ങളുടെ അമ്മയും കൊണ്ട് ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആ അമ്മയും അപ്പനും ഒരു മരണ വീടിൻ്റെ അനുഭവം പോലെ നിലവിളിക്കുകയാണ് തൻ്റെ മകനെ ഓർത്ത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ തലമുറകൾക്ക് സാക്ഷ്യം നൽകുവാൻ സാധിക്കുന്നില്ല. ആ ആൻറ്റി കഴിഞ്ഞ 2ാം ശനിയാഴ്ച സഭയിൽ സാക്ഷ്യം പറഞ്ഞതാണ്. പക്ഷേ തൻ്റെ മക്കളെ അപ്രകാരം വളർത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭകളിൽ സാക്ഷ്യ ശുശ്രൂഷകൾ നടത്തുമ്പോൾ അത് വരുന്ന തലമുറയ്ക്കും കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ സാക്ഷ്യ ശുശ്രൂഷകൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ വലിയൊരു സഭയെ വാർത്തെടുക്കുവാനും നമ്മുടെ സഭകൾ ആത്മീകമായി വളരുവാനും ഒക്കെ സാധിക്കും എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അടുത്തതായിട്ട് ഡോക്ടർ ഗ്രേസി സത്യൻ. മാന്യസദസ്സിൻ്റെ വിനീതമായ നമസ്കാരം. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എനിക്ക് അല്പസമയം ചിന്തിക്കാനായി തന്നിരിക്കുന്ന വിഷയം ആധുനിക സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യത്തിനുള്ള പങ്ക് എന്നുള്ളതാണ്. ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹമായ നമുക്ക് എന്തൊക്കെ ദൗത്യങ്ങളാണ് ഈ ലോകത്തോട് കാണിക്കാനുള്ളത് എന്ന് അരുമനാഥൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് നമ്മെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വിഷയമായിട്ട് നോക്കുമ്പോൾ ഇന്ന് ഈ ആധുനിക ലോകത്ത് ഏത് ഭവനത്തിലായാലും ഏത് സമൂഹത്തിലായാലും എവിടെയായാലും ഒരു സമാധാനവും ഇല്ലാതെ ജനങ്ങൾ ആ ഒരു സ്വാർത്ഥ തൽപരരായി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സാക്ഷ്യത്തിന് ഉള്ള പങ്ക് നമ്മുടെ ആരാധനയിൽ, അതാണ് നമ്മുടെ വിഷയം ഇന്നത്തെ. അപ്പോൾ അരുമനാഥൻ പറഞ്ഞിട്ടുണ്ട് ഇടുക്കുവാതിലൂടെ കടക്കാൻ. അതാണ് നമുക്ക് നമ്മുടെ അന്തിമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവൻ, നിത്യജീവൻ സ്വായത്തമാക്കുക എന്നുള്ളതാണ്. അതിന് ഇടുക്കുവാതിലൂടെ പ്രവേശിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നാശത്തിൻ്റെ വാതിൽ വിശാലമായിട്ടുള്ള വാതിലാണ്. ഇന്ന് വിശാലമായ വാതിലിലൂടെ കടന്നു പോകുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ, ആ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. കഷ്ടപ്പാടിലൂടെ കടന്നു പോകണം. പക്ഷേ ജനം അതിനിന്ന് തയ്യാറാകുന്നില്ല. നമുക്ക് ദാരിദ്ര്യം വരും, കഷ്ടത വരും, രോഗം വരും, വേർപാട് ദുഃഖങ്ങൾ വരും. ഇപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നാം അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കാണിച്ചത്. അവിടെയാണ് ആ പ്രശ്നം നടക്കുന്നത്. പക്ഷേ ആ സാഹചര്യം നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരാധനകൾ നമ്മെ ഓരോരുത്തരെയും ദൈവം നടത്തിയ വഴി, എന്നെ ഈ സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുവാൻ, ഇത്രയും ആ ഒരു പ്രയാസമായ ഘട്ടത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം എന്നെ എങ്ങനെ സഹായിച്ചു എന്നുള്ളത് നാം ഓരോരുത്തരും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ആരാധനയിൽ നാം സാക്ഷിക്കുമ്പോൾ ആ പ്രയാസത്തിലൂടെ കടന്നു പോയ വ്യക്തിക്ക് അത് ഒരു ജീവൻ്റെ അനുഭവം പ്രദാനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ല. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ അരാം സേനാനായകനായ നയമാൻ്റെ ഭവനത്തിലെ ഇസ്രായേലിൽ നിന്ന് അരാം സൈന്യം കവർച്ച പടയായിട്ട് പിടിച്ചുകൊണ്ട് വന്ന ഒരു ഇസ്രായേൽ ബാലിക ഉണ്ട്. കൊച്ചു ബാലിക, ഒരു പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ പെൺകുട്ടി. അവൾ വളരെ കഷ്ടത്തിലൂടെ കടന്നു വന്നവളാണ്. ആ കഷ്ടതയിലൂടെ വന്നെങ്കിലും അവൾ ആ കഷ്ടതയിലും നന്മ ചെയ്യാൻ പ്രാപ്തയാകുന്നതായിട്ട് കാണാൻ സാധിച്ചു. അവളുടെ സാക്ഷ്യം നയമാനെ ആ ഒരു ജീവനുള്ള ദൈവത്തെ കാണുന്നതിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് സാധിച്ചു എന്നുള്ളത്
പ്രത്യേകം ശ്രദ്ധേയമാണ്. ശമരിയ സ്ത്രീയെ നോക്കാം. അവൾ വിശാലമായ വാതിൽ തുറന്ന് നടന്നവളാണ്. വിശാലമായ വാതിലിലൂടെ നടന്നതാണ്. അവളുടെ ആ ജീവനുള്ള ദൈവത്തെ കണ്ടപ്പോൾ ശമരിയ പട്ടണം മൊത്തം അവിടെയുള്ള അനേകം പേർ ആ യേശുവിൻ്റെ നാമം അറിയുവാനും ലോകരക്ഷിതാവായി സ്വീകരിക്കുവാനും ഇടയായി തീർന്നു. നമുക്കിന്ന് നോക്കുകയാണെങ്കിൽ മണിപ്പൂരിലൊക്കെ ഈ കലാപങ്ങൾ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന ശൗലിൻ്റെ കാര്യം നമുക്ക് നോക്കാം. സഭയെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ശൗൽ സ്തേഫാനോസിൻ്റെ ആ കഷ്ടത, ആ വേദനയിൽ അയാളുടെ മനസ്സ്, അപ്പോൾ അയാൾക്ക് സ്തേഫാനോസിനെ കൊല ചെയ്യുന്നത് അതിന് സമ്മതമായിരുന്നെങ്കിൽ തന്നെയും അയാളുടെ മനസ്സിൽ അത് കരുതിയിട്ടിരുന്നു. അത് കർത്താവ് ദമസ്കോസിൽ വെച്ച് വിളിച്ചപ്പോൾ ആ പ്രയാസത്തിലൂടെ ആ സഭയിലെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ശൗൽ പൗലൂസായി മാറുന്നു. ആ സഭയ്ക്ക് വേണ്ടി ഏറ്റവും എരിവുള്ള ഒരു മാന്യദേഹമായിട്ട് ഈ പൗലോസ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഇന്ന് സഭയെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആരൊക്കെ ആയാലും അവർക്കെല്ലാം ദൈവനാമത്തിൽ മഹത്വപ്പെടുവാനായിട്ട് ഇതിലൂടെ സാക്ഷ്യങ്ങളിലൂടെ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സഭ എന്ന് പറയുമ്പോൾ പീഡിപ്പിക്കും തോറും വർദ്ധിക്കുന്നതാണ് ആ സാക്ഷ്യം. അതായത് നമ്മുടെ ഭവനത്തിലായാലും ഇല്ലാതെയായാലും നാം അനുഭവിക്കുന്ന പീഡകൾ നാം മറ്റുള്ളവരെടുത്ത് ആരാധനയിലൂടെ സാക്ഷ്യമായി പറയുമ്പോൾ അവരുടെ ആ ജീവന് ചൈതന്യം പ്രാപിച്ച് സഭ ചൈതന്യം പ്രാപിച്ച് ഉന്നതിയിലേക്ക് വരുവാൻ അനേകം ആത്മാക്കളെ നേടാൻ ഈ സാക്ഷ്യങ്ങൾ അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഏത് പ്രതിസന്ധികളിൽ കൂടെ ആയാലും കടന്നു പോകുന്നവർക്ക് സാക്ഷ്യങ്ങൾ, ഒരു നിസ്സാരം ഒരു കുഞ്ഞിനായാലും അടിമ പെണ്ണായാലും അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്തിനിത് ചെയ്യുന്നുവെന്ന്. പക്ഷേ ആ യജമാനത്തിയോട് പറഞ്ഞു, യജമാനൻ ഒന്ന് ശമരിയിലെ പ്രവാചകൻ്റെ അടുത്ത് പോയെങ്കിൽ സൗഖ്യമാകുമെന്ന്. ആ യജമാനത്തി അത് അനുസരിക്കുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. നയമാന് സൗഖ്യം വന്നു, നയമാൻ ജീവനുള്ള ദൈവത്തെ കണ്ടു. അതുപോലെയാണ് ശമരിയ സ്ത്രീയും അതുപോലെ തന്നെയാണ്. പൗലൂസിൻ്റെ നോക്കുകയാണെങ്കിൽ സഭയെ തന്നെ വളർത്തുന്ന ഒരാളായിട്ട് മാറി. അതുപോലെ ഇന്ന് ഈ ക്രിസ്ത്യാനികൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന പീഡനങ്ങളെല്ലാം നമ്മുടെ ഈ ലളിതമായ ഓരോ കൊച്ചു സാക്ഷ്യങ്ങളായാലും അത് അനേകം ജീവന് പ്രാധാന്യം നൽകുന്നതായിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ, ആരാധനയിൽ സാക്ഷ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എൻ്റെ അനുഭവത്തിലൂടെ എനിക്കും ഇവിടെ ഒരു അവസരം പറയാൻ ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. പലവിധമായ പ്രതിസന്ധികൾ ഇളകിമറിയുന്ന ആ കടലിൽ കൂടെയുള്ള എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ തോണി തകർന്നു പോകാതെ അരുമനാഥൻ എന്നെ കാത്തു സംരക്ഷിച്ചു. തീച്ചുളയുടെ നടുവിൽ കൂടെ പോയപ്പോഴും എന്നെ കരുതി സൂക്ഷിച്ചു. ഈ പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എന്ത് തന്നെ വന്നപ്പോഴും അരുമനാഥൻ എന്നെ കരുണയോടെ കാത്തു സൂക്ഷിച്ചു. ആ ഒരു സാക്ഷ്യവും എനിക്ക് ഇവിടെ പറയാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ചെറിയ സാക്ഷ്യമൊന്നോ വലിയ സാക്ഷ്യമോ ഒന്നുമില്ല. ആരാധനയിൽ സാക്ഷ്യത്തിന് പരമപ്രധാനമായ പ്രാധാന്യമുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ സാക്ഷ്യങ്ങളിലൂടെ സഭ വളരുവാൻ ഇനിയുള്ള കാലങ്ങളിൽ ദൈവം നമ്മെ ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഈ എളിയ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Next is Mr. John Zachariah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് വർഗീസ്, ഇവിടെ ആയിരിക്കുന്ന ജഡ്ജസ്, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്കിന്നിവിടെ പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക് എന്നുള്ളതാണ്. ആരാധന മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയില്ലാത്ത ഒരു കാര്യമാണ്. മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ ആരാധനയും ഉണ്ടായിരുന്നു. ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചാണ് വളർത്തിയത്. അതുകൊണ്ട് നാം കാണുന്നു, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ
കയീനും ഹാബേലും യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നതായി. ദൈവം ആരാധന അർഹിക്കുന്ന ദൈവമാണ്. കാരണം ദൈവം നമ്മുടെ സൃഷ്ടാവും മുഴു ലോകത്തിൻ്റെയും സൃഷ്ടാവുമാണ്. ഇന്നത്തെ ആരാധനയിൽ സാക്ഷ്യത്തിന് ഒരു വലിയ പങ്കാണുള്ളത്. ആരാധനയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആരാധന വിവിധ നിലകളിലുണ്ടായിരുന്നു. ആദ്യം യാഗപീഠം ഉണ്ടായിരുന്നു, പിന്നീട് സമാഗമന കൂടാരം ഉണ്ടായിരുന്നു, ശലോമോൻ്റെ ദേവാലയം ഉണ്ടായിരുന്നു, സെരുബ്ബാബേലിൻ്റെ ദേവാലയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവസഭയാണ് ദൈവത്തിൻ്റെ ആലയവും. നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ സഭയിൽ കടന്നു വന്നതാണ്. ഒരു ആരാധനയിൽ പല ഘടകങ്ങളുണ്ട്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവവചന ധ്യാനമുണ്ട്, അതുപോലെ തന്നെ തിരുവത്താഴ് ശുശ്രൂഷയുണ്ട്. അപ്രകാരം വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒന്നാണ് സാക്ഷ്യം എന്നുള്ളത് തന്നെ. സാക്ഷ്യം എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം മാർട്ടൂറയോ എന്നാണ്. ഐ ബിയർ വിറ്റ്നസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൽ നിന്നുമാണ്, മാർട്ടൂറ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മാർട്ടിയർ അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. കാരണം സ്വന്തം ജീവൻ പോലും പണയം കൊടുത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് സാക്ഷിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നതാണ് മാർട്ടിയർ അല്ലെങ്കിൽ മാർട്ടൂറയോ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സഭായോഗങ്ങളിൽ സാക്ഷ്യം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. നാം സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ സാക്ഷ്യത്തിന് 3 തലങ്ങളുണ്ട്, 3 ഡയമെൻഷൻസ്. ഒന്നാമത്തെ തലം സാക്ഷ്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ. സങ്കീർത്തനം 103 സങ്കീർത്തനം 1-2 വേദഭാഗങ്ങളിൽ പ്രാർത്ഥന നാം വായിക്കുന്നു. എൽമനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശ്വനാമത്തെ വാഴ്ത്തുക. എൽമനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നാം ദൈവത്തിൽ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറയുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു, ദൈവം ആരാധനയിൽ സന്തോഷിക്കുന്നു, നാം അർപ്പിക്കുന്ന സ്തുതിയിലും സ്തോത്രത്തിലും ദൈവം പ്രസാദിക്കുന്നു. അപ്പോൾ നാം എഴുന്നേറ്റ് ദൈവം എനിക്ക് നല്ലവനായിരുന്നു, കർത്താവിനെ സൂക്ഷിച്ച് പരിപാലിച്ചു, ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു പറയുമ്പോൾ അവിടെ ദൈവനാം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരുന്നു. ദൈവത്തെ എപ്രകാരം ഉയർത്തുവാനായി സാധിക്കും? നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നാം ദൈവത്തെ സ്തുതിപ്പാനായി ഇടയായി തീരും. നാം സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു എന്ന് നാം സഭാമധ്യേ കീർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ അധരവും ദൈവത്തെ സ്തുതിപ്പാനായി ഇടയായി തീരും. അങ്ങനെ ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗമായി സാക്ഷ്യ ശുശ്രൂഷ മാറുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ സാക്ഷ്യം ഇന്നത്തെ ആരാധനയിൽ ആധുനിക കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം സാക്ഷ്യം മനുഷ്യരോടുള്ള ബന്ധത്തിൽ എന്നാണ്. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ സാക്ഷ്യം പറയാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അത് ഒഴുകാത്ത അരുവിയെന്നും കത്താത്ത വിളക്കെന്നുമാണ്. ഒരു വ്യക്തി സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ അതൊരു ഒഴുകാത്ത അരുവിയാണ്, കത്താത്ത വിളക്കാണ്. അപ്പോൾ നാം കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ നാം സഭയിൽ ഒരു സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യം മറ്റൊരു സാക്ഷി ഉളവാക്കുകയും അങ്ങനെ ഒരു വിളക്ക് മറ്റൊരു വിളക്കിനെ കത്തിക്കുന്ന പോലെ നാം പറയുന്ന വാക്യം, നാം പറയുന്ന വാച്ച്, നമ്മുടെ സാക്ഷ്യം വേറൊരു വ്യക്തിയെ കർത്താവിനെ സ്തുതിപ്പാനായി ഇടയാക്കുന്നു. 35-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിലും എബ്രായർ 2-ാം അധ്യായം 12-ാം വാക്യത്തിലൊക്കെ നാം വായിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്റെ നാമത്തിൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യയെ ഞാൻ നിന്നെ പുകഴ്ത്തും, സകല ജാതികളുമായുള്ളവർ വന്ന് കേൾപ്പീൻ, യഹോവ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഞാൻ വർണ്ണിക്കുക. അപ്രകാരം നാം സാക്ഷ്യം പറയുമ്പോൾ മറ്റൊരു വ്യക്തി അത് കേൾക്കുകയും ആ വ്യക്തിയും ദൈവത്തെ സ്തുതിപ്പാനായി ഇടയായി തീരുകയും ചെയ്യും. അങ്ങനെ നാം സഭയായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവർ അവരും നമ്മോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി തീരും. മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സാക്ഷ്യം പിശാചിനോടുള്ള ബന്ധത്തിലാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, അവർ പിശാചിനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നാം എഴുന്നേറ്റ് ഒരു വാക്ക് സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു, ദൈവം വിശ്വസ്തനായിരുന്നു, ദൈവം എന്നെ സൂക്ഷിച്ച് പരിപാലിച്ചു എന്ന് നാം ദൈവത്തെ സ്തുതിച്ച് ഒരു സാക്ഷ്യം പറയുമ്പോൾ അവിടെ പിശാച് തോൽക്കുകയാണ്, പിശാച് ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്, അത് പിശാച് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. ഒരു വിളക്ക് കത്തുമ്പോൾ, വെളിച്ചം പ്രകാശിക്കുമ്പോൾ എപ്രകാരം ഇരുട്ട് ഓടിപ്പോകുന്നുവോ അതുപോലെ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ പിശാച് ലജ്ജിതനാകുകയും നമ്മെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന പിശാച് ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോകാനായിട്ട് എൻ്റെ ദൈവം എന്നെ കാത്തു, എന്നെ പരിപാലിച്ചു, എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണെന്ന് പറയുമ്പോൾ ദൈവനാമം അവിടെ ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഞാൻ 3 കൂട്ടം കാര്യങ്ങളോട് പറയുന്നു. സാക്ഷ്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ, സാക്ഷ്യം മനുഷ്യരോടുള്ള ബന്ധത്തിൽ, സാക്ഷ്യം പിശാചിനോടുള്ള ബന്ധത്തിൽ. ഈ 3 രീതി ചിന്തിച്ചാലും സാക്ഷ്യത്തിന് വളരെ പ്രധാനം നമ്മുടെ ഇന്നത്തെ ആധുനിക ലോകത്ത് നമ്മുടെ ക്രിസ്തീയ സഭകളിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം വെച്ച് ദൈവമക്കളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ എപ്പിസോഡിലെ വോയിസ് ഓഫ് ടൈംസ്
പൂർണ്ണമാവുകയാണ്. വളരെ വിശദമായിട്ട് 3 മത്സരാർത്ഥികളും പ്രസംഗിക്കുകയുണ്ടായി. എന്നാൽ പ്രസംഗത്തിൻ്റേതായിട്ടുള്ള മൂല്യനിർണ്ണയം വളരെ അത്യാവശ്യമായിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും ഒരു പ്രസംഗ മത്സരത്തിലായിട്ട് നമുക്ക് കടന്നു പോകുമ്പോൾ അവിടെ മിനിമം ടൈമും മാക്സിമം ടൈമും ഉണ്ടാവും. മിനിമം ടൈമിൽ കുറഞ്ഞുള്ള പ്രസംഗത്തിന് മാർക്ക് കുറയും. മാക്സിമം ടൈമിൽ കൂടുതൽ പോയ പ്രസംഗത്തിനും മാർക്ക് കുറയും. അപ്പോൾ മിനിമത്തിനും മാക്സിമത്തിനും ഇടയ്ക്കുള്ളൊരു ടൈമാണ് ഏറ്റവും അനുയോജ്യമായിട്ട് പ്രസംഗ മത്സരങ്ങളിൽ പരിഗണിക്കപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര നിർണയം നടത്തുമ്പോൾ ചെയ്യപ്പെടുന്ന കാര്യം. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിനെ എങ്ങനെ വിശകലനം ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇതൊരു ആത്മീയ വിഷയമായതുകൊണ്ട് എപ്രകാരമാണ് ആത്മീയമായിട്ട് ഇത് മറ്റുള്ളവരെ സ്പർശിക്കുവാൻ കഴിയുന്നത്. സ്പർശിക്കുവാൻ പ്രസംഗമെന്ന് പറയുമ്പോൾ ബുദ്ധിയിൽ പ്രസംഗിക്കാം, ആത്മാവിനും പ്രസംഗിക്കാം. ബുദ്ധിയിൽ പാടാം, ആത്മാവിനും പാടാം. അപ്പോൾ ഇതിനകത്തൊരു എലിമെൻ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പ്രസംഗത്തിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പ്രസംഗത്തെ പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല. എങ്കിലും എൻ്റെ പരിമിതമായ പരിചയം, ഞാൻ ഒരുപാട് കുട്ടിക്കാലം മുതൽ ഒരുപാട് പ്രസംഗ മത്സര വേദികളിൽ പോയിട്ടുണ്ട്. ഇതുപോലെയുള്ള കോമ്പറ്റീഷൻസ് പങ്കെടുക്കാൻ മാത്രമല്ല ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവ പരിചയത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ജിൻസി ജീവി നന്നായിട്ട് പ്രസംഗിച്ചു. പ്രത്യേകിച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എപ്പോഴും ആത്മീയ പ്രസംഗങ്ങൾ അനുവാചകരെ സ്പർശിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്. യേശുക്രിസ്തു ജീവിതത്തിൻ്റെ അനുഭവമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണെന്ന് പറയുമ്പോൾ അത് ആർക്കും തള്ളിക്കളയുവാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. എപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിൽ നാം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾക്ക് ആത്മീയ പ്രസംഗം വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻസിയുടേതായിട്ടുള്ള 2-3 ഇൻസിഡൻസ് ഡെഫിനറ്റ്ലി ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന അമ്മ പഠിപ്പിച്ചു വിട്ട സാഹചര്യം, ആ 3 വാക്ക് പഠിപ്പിച്ച് സാക്ഷ്യം പറയുവാൻ പറഞ്ഞത് ഇന്ന് ഇത്രത്തോളം വളരുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ജിൻസിയുടെ ആത്മീയ ശുശ്രൂഷ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി സാക്ഷ്യം നമ്മൾ 2-3 ദിവസം മുമ്പ് കേട്ടതാണ്. അപ്പോൾ അവിടെയൊക്കെയും ആ ആത്മീയ അനുഭവം ചാലിച്ചെടുക്കുമ്പോഴാണ് കൂടുതലായി പ്രസംഗങ്ങൾക്ക് ജീവൻ വെക്കുന്നത്. ജിൻസിയുടെ പ്രസംഗം നന്നായിരുന്നു. 6 മാർക്ക് ജിൻസിക്ക് ലഭിക്കുകയാണ്, 7 മാർക്ക്. റൈറ്റ്. രണ്ടാമതായിട്ട് ഡോക്ടർ ഗ്രേസി സത്യനാണ്. വളരെ സുന്ദരമായി പ്രസംഗിച്ചു. വളരെ അനുഭവങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ അധികമായിട്ട് അതിൽ കൂട്ടിക്കലർത്തിയില്ല. പൊതുവായ തത്വങ്ങളാണ് ഇതിൽ മുഴങ്ങിക്കേട്ടത്. ശരിയാണോ? പേഴ്സണലായിട്ട് കുറച്ചുകൂടി അനുഭവങ്ങൾ പറയുവാൻ കാണുമായിരുന്നു. പക്ഷേ അത് പറയുവാനുള്ള മാനസികമായ അവസ്ഥയല്ല ഡോക്ടർക്ക് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ശരിയാണോ? സമയത്തിന് വെച്ചിട്ടുണ്ട്. എങ്കിലും ഇറ്റ് വാസ് ഗുഡ്. മൊത്തമായിട്ട് ഒരു അവലോകനം, വിവിധ തലങ്ങളിൽ വളരെ ലളിതമായ പ്രായോഗികമായ കാര്യങ്ങളുടെ ഒരു പഠനമായിരുന്നു അത്. ഗ്രേസി സത്യനും 6 മാർക്ക് കൊടുക്കുകയാണ്. ഇവർ 2 പേരും 7 മിനിറ്റിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് ജോൺ സക്കറിയയുടെ പ്രസംഗം വളരെ കറക്റ്റായിട്ടൊരു ടീച്ചിങ് രീതിയിലാണ് പ്രസംഗിച്ചത്. ഇറ്റ്സ് എ ടീച്ചിങ് ആക്ച്വലി. ബട്ട് ദ പ്രോബ്ലം ഇസ് 5 മിനിറ്റ് പ്രസംഗം തീർന്നു. പ്രസംഗം സാറിനറിയാമല്ലോ എങ്ങനെയാണ്, നമ്മുടെ മിനിമം ടൈമിന് മേളിൽ പോകണം. അതൊരു ഡ്രോബാക്കാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്രസംഗം നല്ല 3 പോയിൻ്റൊക്കെ പറഞ്ഞ് 3 ഡയമെൻഷൻസ് ഉണ്ട്. അതൊക്കെ വളരെ ശരിയായിട്ടൊക്കെ വന്നു. പക്ഷേ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ ഇതൊരു 6 മിനിറ്റ് അങ്ങ് തീർന്നു പോകുന്നതിന് മുമ്പ് ഇത് തീരുമല്ലോ എന്ന് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃത്യം 5 മിനിറ്റ് 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പ്രസംഗം തീർന്നത്. 6 മിനിറ്റ് വരെ നീട്ടിയായിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടും. എങ്കിലും താങ്കളുടെ പ്രസംഗം വളരെ നന്നായിരുന്നു. 5.5 മാർക്ക് തരികയാണ്. റൈറ്റ്. ഞാനൊരു പ്രാസംഗം എന്നുള്ള നിലയിൽ കൂടി എനിക്കിത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ്. അതിൽ ഡോക്ടർ ഗ്രേസിക്ക് പിടക്കമില്ലല്ലോ? തീർച്ചയായിട്ടും. സോ എല്ലാവരുടെയും സമ്മതത്തോടെ അതിൻ്റെ മാർക്ക് എത്തപ്പെട്ടില്ലെങ്കിലും ടൈമിൻ എൻ്റെ പരിധികളുണ്ടെങ്കിലും 5.5 മാർക്ക് മിസ്റ്റർ ജോൺ സക്കറിയയ്ക്ക് നൽകുകയാണ്. സോ ഐ നോ അനൗൺസ് സ്കോർ കാർഡ് വൺസ് മോർ. ജിൻസി JV gets 6 marks. Dr. Gracie Satyan gets 6 marks. John Sakaria gets 5.5 marks.
That brings us to the close of the Voice of Times of this episode. Will you please announce the marks card? Jinsy JV gets the first prize, Jinsy JV gets the first prize with 31 marks. 31 marks. Very good. And the second prize to Mr. John Zakaria, Second prize to Mr. John Zakaria, 21 and a half. 21 and a half. And Dr. Gracie gets the consolation. And Dr. Gracie gets the consolation marks. Right? Happy? All I have. Any prize distribution? ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ശുശ്രൂഷയിലൂടെ കടന്നു വന്ന ഈ എപ്പിസോഡ് പങ്കെടുത്ത നിങ്ങൾക്ക് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും ദൈവവചനത്തിൻ്റെ പൊരുൾ അനേകർക്ക് പകർന്നു കൊടുക്കുവാനും അനേകരെ ദൈവവചനത്തേക്ക് ആകർഷിക്കുവാനും മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഞാൻ ഇത് പൂർണ്ണമാക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.